ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിലെ ഹോട്ട്സ്റ്റാറിന്റെ ടൈറ്റിൽ തന്നെ സീക്രട്ട് ടാസ്ക് ഒരു വഞ്ചനയിൽ അവസാനിച്ചു എന്നാണ്, ഒരു ബിട്രയലിൽ അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവര് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത്രയധികം പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് ഇത്. നമ്മളത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. സൗഹൃദം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സുഹൃത്തിനോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത്, സുഹൃത്തിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു വേണം നമ്മൾ നിൽക്കാനായിട്ട്. അതാണ് ലോയൽറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഒരു വിശ്വാസം കീപ്പ് ചെയ്യുക, ട്രസ്റ്റ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം. ഇന്ന് ആ ഒരു സീക്രട്ട് ടാസ്ക് ഷാനവാസിന് ലഭിച്ചപ്പോൾ ഷാനവാസ് അത് അനീഷിന്റെ അടുത്ത് പറയേണ്ടതായിരുന്നു. ഷാനവാസ് അത് പറഞ്ഞില്ല. അതിന് ഷാനവാസിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാവാം. അതിനൊരു കാരണം അനീഷിനെ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. ഒരുപാട് ചോദ്യങ്ങൾ ഇവരൊക്കെ ഈ ലക്ഷ്മിയും സാബുമാനും ഒക്കെ ചോദിച്ചതിനേക്കാളിലും, അല്ലെ അക്ബറും നെവിനും ഒക്കെ ചോദിച്ചതിലും ഒരുപാട് ചോദ്യങ്ങൾ അനീഷ് ചോദിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാവാം ചിലപ്പോ. പക്ഷെ അനീഷിന് ഈ കേസിൽ വിഷമമായത് ഇതൊന്നും കൊണ്ടല്ല. അനീഷിന് ഈ കേസിൽ വിഷമമായത് അനീഷിനെ ഒരുമാതിരി മണ്ടനാക്കി കളഞ്ഞു. ഈ ഒരു സംഭവം ഉള്ളതാണെന്ന് വിശ്വസിച്ച് അനീഷ് അവിടെ നിന്ന് കഥാപ്രസംഗം കഴിച്ചു എന്നുള്ളതാണ് സത്യം. ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആര്യനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു അനീഷ്, ആഞ്ഞടിക്കുകയായിരുന്നു. ലിറ്ററലി അതിഗംഭീരമായിട്ട് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അത് അനീഷ് അത്രയും കാര്യങ്ങൾ അവിടെ പറഞ്ഞത് അനീഷിന്റെ ഉള്ളിലെ വിഷമമാണ് പറഞ്ഞത്. ആര്യനെതിരായിട്ട് പറഞ്ഞ ഓരോ കാര്യങ്ങളും അത് അത്രയും ഡേ 1 മുതൽ അനീഷ് നേരിടുന്ന ആ ഒരു കോർണറിങ്ങും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ആര്യനെ പറ്റി പറഞ്ഞതാണ്. അപ്പൊ ഇത് അനീഷ് പറഞ്ഞത് ആര്യൻ പുറത്താവുമെന്ന് ഓർത്തുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്തു, ഈ ഷാനവാസ് ഈ ഒരു കാര്യം അനീഷിന്റെ അടുത്ത് പറയാതിരുന്നത് കൊണ്ട് ഈ ഹൗസിൽ 4 പേര് മാത്രമേ ഇത് അറിയാത്തതായിട്ടുണ്ടായിരുന്നുള്ളൂ. ആദില, നൂറ, അനുമോൾ, അനീഷ്. ബാക്കി എല്ലാവർക്കും അറിയാമായിരുന്നു. ആണുങ്ങളുടെ അനീഷ് മാത്രമാണ് ഇത് അറിയാത്തതായിട്ടുണ്ടായിരുന്നത്. നെവിൻ വരെ അറിഞ്ഞു, പക്ഷെ അനീഷ് അറിഞ്ഞില്ല. അതാണ് അനീഷ് ഓർത്തത്. അതാണ് അനീഷ് പെട്ടെന്ന് വിഷമിച്ചത്. അപ്പൊ അനീഷ് പറയുന്നുണ്ട് അവൻ അവസരവാദിയാണ്, എന്റെ അടുത്ത് ഒരു കാര്യവും ഷെയർ ചെയ്യുന്നില്ല, നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്നൊക്കെ ഷാനവാസിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസ് ചോദിക്കുന്നുണ്ട്, നീ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യാൻ എന്തെങ്കിലും റീസൺ നോക്കി നടക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്തായാലും ലൈവില് കണ്ടിട്ട് ബാക്കി പറയാൻ കേട്ടോ. ഇത് ഏത് രീതിയിലാണ് ഇവരുടെ ഈ ഒരു ഇത് വഴക്കാവുന്നുണ്ടോ, അത് ജസ്റ്റ് പിണക്കം മാത്രമാണോ എന്നുള്ളത് നോക്കാം. കാരണം അനീഷ് അത്രയധികം വിഷമിച്ചു ഈ ഒരു കാര്യത്തില്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.